കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂരിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാറിയാണ് ഈ മേൽപ്പഴനി ക്ഷേത്രം ഉള്ളത്. നമ്മുടെ പഴനി പോലെ തന്നെയാണ് ഈ മേൽപ്പഴനിയും കാണാൻ. പഴനിയിലൊക്കെ ഉള്ളതുപോലെ ഇവിടെയും പടികളുണ്ട്. അമ്പലത്തിൻ്റെ മുമ്പിലൊക്കെ വണ്ടികളൊക്കെ എത്തും. ഈ പടികൾ കയറി ദർശനത്തിന് വരണമെന്നാണ് പറയുക. ശൈവമൂർത്തിക്കും അറിയാത്ത പ്രപഞ്ച സത്യം അറുമുഖനേ അരുൾമൊഴിയേ അറിവിൻ്റെ ആനന്ദ സാഗരമേ. വന്നാലേ ഒരു പ്രത്യേക വൈബാണ്. ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ പോയി തൊഴുതതിന് ശേഷം പിന്നെ അവിടെ തന്നെ ക്യാൻറ്റീനുണ്ട്. അവിടെ പോയിട്ട് ചായ കുടിച്ചു. ചെറിയൊരു ഷോപ്പുണ്ട്. അമ്പലത്തിൻ്റെ സാധനങ്ങളും പിന്നെ ഫാൻസി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ള. നാല് വഴികളുണ്ട് ഈ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. വഴിപാട് കൗണ്ടറിൽ നിന്നും ഷീട്ടാക്കിയിട്ട് വേണം പഞ്ചാമൃതം വേണമെങ്കിൽ വാങ്ങാൻ. നമ്മുടെ ഈ പഴനിയിലെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ഭസ്മാഭിഷേകവും പിന്നെ പഞ്ചാമൃതവുമാണ്. ഇവിടെ വൈകുന്നേരം 6 മണിക്ക് ഒരു പൂജ ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസാദം കിട്ടും. പിന്നെ എന്നും അന്നദാനവുമുണ്ട്. പിന്നെ 8:30 ആകുമ്പോഴത്തേക്കും നട അടയ്ക്കും. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.